ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. സാനിറ്ററി കെമിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, ബാക്ടീരിയോളജിസ്റ്റ്, കേരള വാട്ടർ അതോറിറ്റി എക്സാം മോക്ക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ടോപ്പിക് സീവേജ് ട്രീറ്റ്മെന്റ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി, മൈക്രോബയോളജി ഓഫ് സീവേജ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ്. ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ എക്സാമിന്റെ ടോപ്പിക് സാനിറ്ററി കെമിസ്റ്റ് എക്സാമിലും മൈക്രോബയോളജിസ്റ്റ് എക്സാമിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ടോപ്പിക് സീവേജ് ട്രീറ്റ്മെന്റ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ഈ ടോപ്പിക് സാനിറ്ററി കെമിസ്റ്റ് എക്സാമിന്റെ സിലബസിലെ ടോപ്പിക്കാണ്. മൈക്രോബയോളജി ഓഫ് സീവേജ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ സിലബസിലെ ടോപ്പിക്കാണ്. ആദ്യത്തെ ചോദ്യം, യൂട്രോഫിക്കേഷൻ ഇൻ അക്വാറ്റിക് സിസ്റ്റം ഇസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ്. അക്വാറ്റിക് ബോഡീസിൽ യൂട്രോഫിക്കേഷന്റെ കാരണം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ബി നൈട്രേറ്റ് ആൻഡ് സോഡിയം, ഓപ്ഷൻ സി ഫോസ്ഫേറ്റ് ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. Eutrophication in aquatic system is due to the release of. Answer: nitrate and phosphate. Eutrophication in aquatic system is due to the release of nitrate and phosphate. അടുത്ത ചോദ്യം, കോൾഡ് സ്ക്രീൻസ് ആ. കോൾഡ് സ്ക്രീൻസ് എന്തിനു ഉപയോഗിക്കുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യൂസ്ഡ് ടു റിമൂവ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ലൈക്ക് റാഗ്സ്, പേപ്പർ, വുഡ് ഫ്രം സീവേജ്. ഓപ്ഷൻ ബി used to remove organic materials from the sewage. Option C used to remove carbon dioxide and ammonia from the sewage. Option D used to remove odor from the sewage. Odor means smell എന്നാണ് അർത്ഥം. ഇത്ര അറിയാവുന്ന എഴുതുക. കോഴ്സ് സ്ക്രീൻസ് ആർ. ആൻസർ: used to remove floating materials like rags, paper, wood from sewage. Cold screens are used to remove floating materials like rags, paper, wood from sewage. സീവേജിൽ നിന്ന് ഒഴുകുന്ന വസ്തുക്കളായ പേപ്പർ, വുഡ്, റാഗ്സ് എന്നിവ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൾഡ് സ്ക്രീൻസ്. അടുത്ത ചോദ്യം, ദി ഓർഗാനിക് ലോഡ് ഓഫ് ദ വാട്ടർ ബോഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് BOD which refers to. Options: Option A the degree of microbially mediated oxygen consumption water. Option B the degree of chemically mediated oxygen consumption water. Option C the total organic carbon content in water. Option D the total dissolved oxygen in water. The organic load of the water body can be expressed in terms of BOD which refers to. ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധയോടെ വായിക്കുക. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്, ഒരുപോലെയുള്ള ഓപ്ഷൻസ് ആണ്. ഇത്ര എഴുതുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. The organic load of the water body can be expressed in terms of BOD which refers to. Answer: the degree of microbially mediated oxygen consumption water. The organic load of the water body can be expressed in terms of BOD which refers to the degree of microbially mediated oxygen consumption water. BOD full form biochemical oxygen demand. അടുത്ത ചോദ്യം, which of the following is mainly produced by the activity of anaerobic bacteria on sewage? സീവേജിൽ anaerobic bacteria പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ലാഫിംഗ് ഗ്യാസ്, ഓപ്ഷൻ ബി പ്രൊപ്പൈൻ, ഓപ്ഷൻ സി മസ്റ്റാർഡ് ഗ്യാസ്, ഓപ്ഷൻ ഡി മാർഷ് ഗ്യാസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് anaerobic bacteria on sewage? Answer: marsh gas. Marsh gas is mainly produced by the activity of anaerobic bacteria on sewage. നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. മാർഷ് ഗ്യാസിന് എക്സാമ്പിൾ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ബയോളജിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഓഫ് സ്ലഡ്ജ് ഒക്കേഴ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ്. ഓർഗാനിക് മാറ്റർ ഓഫ് സ്ലഡ്ജിന്റെ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ വിവിധ സ്റ്റേജുകളിലൂടെയാണ് നടക്കുന്നത്. ആ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ അസിഡോജെനസിസ് ആൻഡ് മെത്തനോജെനസിസ്, ഓപ്ഷൻ ബി hydrolysis and methanogenesis, option C methanogenesis and biofilms, option D hydrolysis, acidogenesis and methanogenesis. Biological degradation of organic matter of sludge occurs in different stages. Answer: hydrolysis, acidogenesis and methanogenesis. Biological degradation of organic matter of sludge occurs in different stages. The stages are hydrolysis, acidogenesis and methanogenesis. ചില ജേർണൽസിലെ ഹൈഡ്രോജെനസിസ്, ആസിഡോജെനസിസ്, അസറ്റോജെനസിസ് ആൻഡ് മെത്തനോജെനസിസ് എന്ന് കാണപ്പെടുന്നുണ്ട്. ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, അക്യുമുലേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ലേക്സ് ആൻഡ് വാട്ടർ ബോഡീസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഓപ്ഷൻ ബി യൂട്രോഫിക്കേഷൻ, ഓപ്ഷൻ സി ഹ്യൂമിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ടോക്സിഫിക്കേഷൻ.
accumulation of nutrients in lakes and water bodies is called? Answer, eutrophication. Accumulation of nutrients in lakes and water bodies is called eutrophication. Important question ആണ്, repeated ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. Accumulation of nutrients in lakes and water bodies is called eutrophication. അടുത്ത ചോദ്യം, which of the following in sewage treatment moves suspended solids? Question എങ്ങനെയാണ്, sewage treatmentലെ ഏത് മെത്തേഡാണ് suspended solidsനെ റിമൂവ് ചെയ്യുന്നത്? Options: Option A, tertiary treatment. Option B, secondary treatment. Option C, primary treatment. Option D, sludge treatment. Which of the following in sewage treatment moves suspended solid? Answer, primary treatment. Primary treatment in sewage treatment moves suspended solid. അടുത്ത ചോദ്യം, which of the following happens naturally due to aging of lake? Options: Option A, biomagnification. Option B, mesotrophic. Option C, eutrophication. Option D, oligotrophic. Which of the following happens naturally due to aging of lake? Answer, eutrophication. അടുത്ത ചോദ്യം, eutrophication causes. Options: Option A, air pollution. Option B, water pollution. Option C, soil pollution. Option D, noise pollution. Eutrophication causes. Answer, water pollution. Eutrophication causes water pollution. അടുത്ത ചോദ്യം, in wastewater treatment method, the activated sludge process. Wastewater treatment methodലെ activated sludge process ഏത് ട്രീറ്റ്മെന്റ് മെത്തേഡിലാണെന്നാണ് ചോദ്യം. Options: Option A, pre-treatment method. Option B, primary treatment method. Option C, secondary treatment method. Option D, tertiary treatment method. In wastewater treatment method, the activated sludge process. Answer, secondary treatment method. In wastewater treatment method, the activated sludge process. Secondary treatment method. അടുത്ത ചോദ്യം, during sewage treatment, biogases are produced, which include? Sewage treatment സമയത്ത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ബയോഗ്യാസിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. Options: Option A, methane, hydrogen sulfate, carbon dioxide. Option B, methane, oxygen, hydrogen sulfate. Option C, hydrogen sulfate, methane, sulfur dioxide. Option D, hydrogen sulfate, nitrogen, methane. During sewage treatment, biogas are produced, which include? Answer, methane, hydrogen sulfate, carbon dioxide. During sewage treatment, biogas are produced, which include methane, hydrogen sulfate, and carbon dioxide. അടുത്ത ചോദ്യം, the optimum DO in natural water is? Options: Option A, 3 to 5 ppm. Option B, 4 to 6 ppm. Option C, 5 to 7 ppm. Option D, 6 to 8 ppm. The optimum DO in natural water is? Answer, 4 to 6 ppm. ppm full form parts per million. നമ്മൾ ക്വസ്റ്റിൽ ഒരു ടൈം കണ്ടു, DO. എന്താണ് DO എന്ന് നോക്കാം. DO, dissolved oxygen. Dissolved oxygen is the amount of oxygen present in water. The optimum DO in natural water is 4 to 6 ppm. അടുത്ത ചോദ്യം, which of the following environment has the greatest percentage of culturable microbes? Options: Option A, saline water. Option B, fresh water. Option C, activated sludge. Option D, soil. Which of the following environment has the greatest percentage of culturable microbes? Answer, activated sludge. അടുത്ത ചോദ്യം, secondary sewage treatment is mainly A. Options: Option A, physical process. Option B, mechanical process. Option C, chemical process. Option D, biological process. Secondary sewage treatment is mainly A. Answer, biological process. Secondary sewage treatment is mainly a biological process. അടുത്ത ചോദ്യം, which of the following is put into anaerobic sludge digester for further sewage treatment? Options: Option A, floating debris. Option B, effluents of primary treatment. Option C, activated sludge. Option D, primary sludge. Which of the following is put into anaerobic sludge digester for further sewage treatment? Answer, activated sludge. Activated sludge is put into anaerobic sludge digester for further sewage treatment. അടുത്ത ചോദ്യം, what gas are produced in anaerobic sludge digest? Options: Option A, methane and carbon dioxide only. Option B, methane, hydrogen sulfide and carbon dioxide. Option C, methane, hydrogen sulfide and oxygen. Option D, hydrogen sulfide and carbon dioxide. What gases are produced in anaerobic sludge digest? Answer, methane, hydrogen sulfide and carbon dioxide. The gases that produced in anaerobic sludge digest are methane, hydrogen sulfide and carbon dioxide. അടുത്ത ചോദ്യം, biological removal of dissolved organic matter is done in which stage of
വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഓർ സീവേജ് ട്രീറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഓർ സീവേജ് ട്രീറ്റ്മെൻറ്റ് സമയത്ത് ബയോളജിക്കൽ റിമൂവൽ ഓഫ് ഡിസോൾവ് ഓർഗാനിക് മാറ്റർ നടക്കുന്നത് ഏത് ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രൈമറി, ഓപ്ഷൻ ബി സെക്കൻഡറി, ഓപ്ഷൻ സി ടെർഷറി, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. Biological removal of dissolved organic matter is done in which stage of wastewater treatment? Answer: secondary treatment method. Biological removal of dissolved organic matter is done in secondary stage of wastewater treatment. അടുത്ത ചോദ്യം, trickling filter is used in which process of wastewater treatment plant? Wastewater treatment സമയത്ത് trickling filter യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ് അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലാണ്? Options: option A mechanical treatment, option B biological treatment, option C advanced treatment, option D all of the above. Trickling filter is used in which process of wastewater treatment plant? Answer: biological treatment. Biological treatment is also known as secondary treatment. Trickling filter is used in biological treatment or secondary treatment process of wastewater treatment plant. ഇത്രയാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ എടുത്തിരുന്ന ടോപ്പിക് സീവേജ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനിൽ പറഞ്ഞ ടേംസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ക്ലാസ്സിന് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, ടെർഷറി ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ആക്ടിവേറ്റഡ് സ്ലഡ്സ്. അപ്പോൾ ഓരോ പോയിൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ് കറക്റ്റായിട്ട് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസാണ് ഞങ്ങളുടെ പോസിറ്റീവ് ഇൻസ്പിറേഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. Thanks for watching. Subscribe for more videos.